Welcome back to part 2. Key to learning K alphabets, syllables. നമുക്കറിയാലേ അക്ഷരങ്ങൾ അത് തന്നെയാണ് ഇവിടെ. കൺസോണൻസും വവൽസും ചേരുമ്പോഴാണ് സിലബിൾസ് ആവുന്നത്. ദാറ്റ് മീൻസ് അക്ഷരം. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാം. നമ്മൾ ഓൾറെഡി കൺസോണൻസും വവൽസൊക്കെ പഠിച്ചു. ഞാൻ ഫസ്റ്റ് കൺസോണൻറ്റ് എഴുതാണ് ജി. അതിൻ്റെ കൂടെ ഒരു വവൽസ് ആഡ് ചെയ്യുമ്പോൾ ഗ എന്ന് വായിക്കും. ഗ. നെക്സ്റ്റ് ഒരെണ്ണം എഴുതാം ജെ പഠിച്ചു. ഞാൻ അതിൻ്റെ കൂടെ ഒരു വവൽസ് കൂടെ എഴുതുന്നു. അതിന് നമ്മൾ ജോ എന്ന് പറയും. ഇനി കൺസണൻറ്റ് ഞാനത് പ്രൊനൗൺസ് ചെയ്യുന്നത് പറയാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഗിയോക്ക് എന്നാ പറയുക. ഗിയോക്ക് അല്ലെങ്കിൽ ഗ. അത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഗിയോക്ക്. അടുത്തത് നിയുൻ. നിയുൻ. നെക്സ്റ്റ് ലെറ്ററാണ് ഡി. ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് ഡിഗറ്റ്. ഡിഗറ്റ് എന്ന് വായിക്കും. ഡി ഡിഗറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് റ്. അത് ലിയുൾ. ല് എന്നുള്ള സൗണ്ടും ഉണ്ട്. ലിയുൾ. അടുത്തത് എം ആണ്. മ്. മിയും. മിയും. നെക്സ്റ്റ് ബിയുപ്. ബിയുപ്. അത് ബി ആണ്. ബ എന്നൊക്കെ പറയുന്നത് ബിയുപ്. അടുത്ത് വരുന്നതാണ് സ് സൗണ്ടാണ്. സിയോത്ത്. ഷിയോത്ത് എന്നൊക്കെ പറയും. ഷിയോത്ത്, സിയോത്ത് എന്നൊക്കെ പറയും. അത് സ് എന്ന് പറയുന്ന സൗണ്ടാണ്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് സൗണ്ട് ഇല്ല എന്ന് ഓൾറെഡി പറഞ്ഞു. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇയും ഇയും എന്നാ പറയാം. പ്രത്യേകിച്ച് സൗണ്ടൊന്നുമില്ല, സൈലൻ്റാണ്. അടുത്ത ലെറ്ററാണ് ജ്. പ്രൊനൗൺസ് ചെയ്യുന്നത് ജിയുത്ത്. ജിയുത്ത്. ലാസ്റ്റ് വരുമ്പോഴാണ് ഒരു കുറച്ചൊരു ഹാർഡ് പോലെ പറയും. ജിയുത്ത്. നെക്സ്റ്റ് ച് എന്ന് പറയുന്ന ലെറ്ററാണ്. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ചിയുത്ത്. മറ്റേത് ജിയുത്ത് ആയിരുന്നു, ഇത് ചിയുത്ത്. ചിയുത്ത്. നെക്സ്റ്റ് ലെറ്ററാണ് ക്. കെ എന്ന് പറയുന്ന ലെറ്റർ പ്രൊനൗൺസ് ചെയ്യുന്നത് കിയുക്ക്. കിയുക്ക്. അടുത്തത് എറ്റ്. ടി റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അത് വായിക്കുന്നത് ചിഗറ്റ്. ചിഗറ്റ് എന്ന് വായിക്കും. നെക്സ്റ്റ് ലെറ്റർ പ്. പി റെപ്രസെൻ്റ് ചെയ്യുന്നത് പിയുപ്. പിയുപ്. അവസാനത്തെയാണ് ഹ്. എച്ച് എന്ന് പറയുന്ന ലെറ്ററാണ് ഹ്. അത് വായിക്കുന്നത് ഹിഹത്ത്. ഹിഹത്ത് എന്ന് പറയും. ഹിഹത്ത്. ഓക്കെ. ഇത് ബേസിക് ലെവൽസ് ഓഫ് വവൽസ് ആണ് കേട്ടോ. ആദ്യത്തെ 5 ലെറ്ററും നമ്മൾ കൺസണൻറ്റിൻ്റെ നെക്സ്റ്റും അടുത്ത 5 കൺസണൻറ്റിന് താഴെയായിട്ടായിരിക്കും എഴുതുന്നുണ്ടാവുക. ക്വിക്ക് റിവ്യൂസ്. ഈ സ്ട്രോക്ക് ഓർഡർ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. സ്ട്രോക്കൊക്കെ എവിടെയാണ് വരുന്നതെന്നുള്ളത് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് കേട്ടോ. പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. ഗിയോക്ക്, നിയുൻ, ദിഗറ്റ്, ലിയുൾ, മിയും, ബിയുപ്, സിയോത്ത്, ഇയും, ജിഗറ്റ്, ചിയുത്ത്, കിയുക്ക്, ടിഗറ്റ്, പിയുപ് ആൻഡ് ഷിയോത്ത്. ലെറ്റ് പുട്ട് ദം ടുഗെദർ. ഇനി നമുക്ക് ഒരുമിച്ചാക്കി നോക്കാം ഇവയൊക്കെ കേട്ടോ. ഒരു എക്സാമ്പിൾ എഴുതുകയാണ്. ഇത് നമുക്കറിയാം ലെറ്റർ എൻ ആണ്. വവൽ എ. അപ്പം ന എന്ന് വായിക്കും. ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് മീ അല്ലെങ്കിൽ ഐ എന്നാണ് അതിൻ്റെ മീനിങ്. അടുത്ത ഒരെണ്ണം നോക്കാം. സെയിം ലെറ്റർ എൻ. വവ്വൽ ഞാൻ ആഡ് ചെയ്യുന്നത് യു എച്ച്. ഓ. ന്യോ എന്ന് പറയും. അതായത് യു എന്നാണ് അതിൻ്റെ മീനിങ്. യു. നിങ്ങൾ, നീ എന്ന് പറയുന്നത്. അടുത്തൊരെണ്ണം എഴുതി നോക്കാം. അത് നോ സൗണ്ടാണ്. ഇയു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ വവൽസ് ഓ എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. ലെറ്റർ 6. ഇ എന്ന് പറയുന്ന വവ്വൽ. അപ്പോൾ ഇതെങ്ങനെ വായിക്കുക? ഔരി. ഔരി. ഔരി എന്ന് വായിക്കും. അതായത് വി അല്ലെങ്കിൽ എസ് എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് ഒരെണ്ണം ട്രൈ ചെയ്യാം. ലെറ്റർ എം ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. യു എച്ച് എന്ന് പറയുന്ന സൗണ്ട്, ആർ എന്ന് പറയുന്ന ലെറ്റർ, ഇ എന്ന് പറയുന്ന വവ്വൽ. അപ്പം ഇങ്ങനെ വായിക്കാം മൗരി. മൗരി.
ഹെഡ് എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. നെക്സ്റ്റ് ഒരെണ്ണം നോക്കാം. സെയിം എൻ ലെറ്റർ, എ വൗവൽ, ബി ലെറ്റർ, ഡബിൾ ഇ വൗവൽ. ഇത് കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. നാ ബി, ബട്ടർഫ്ലൈക്കാണ് നാ ബി എന്ന് പറയുന്നത്. നാ ബി. നിങ്ങൾ ഈ ഒരു കാര്യം ഓർക്കണേ. നോ സൗണ്ട് വരുന്നത് ഇയു എന്ന് പറഞ്ഞില്ലേ, അത് ചെറുതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോൾ ഈ ഒരു വവ്വൽ വെച്ചിട്ട് എഴുതാണ്. ഇത് നോ സൗണ്ടാണ്, സോറി, ഈ ഒരു കൺസണൻ്റ് വെച്ച് എഴുതാണ്. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് താഴത്തുള്ളത് മാത്രമാണ്. ഉ എന്ന് പറയുന്ന ലെറ്റർ, പിന്നെ എന്താ വരിക, ആറ്, പിന്നെ ഡബിൾ ഇ സൗണ്ട് വരിക. അപ്പോൾ ഊരി, ഊരി, ഊരി എന്ന് വായിക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചു. വി അല്ലെങ്കിൽ അസ് എന്നാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് ഒരെണ്ണം കൂടെ നോക്കാം. അത് സൈലൻ്റ് ആണ്. ആ ജി ഡബിൾ ഇ വരും. അഗി എന്ന് വായിക്കും. ഇതിൻ്റെ മീനിങ് ബേബി എന്നാണ്. ബേബി, അഗി. നെക്സ്റ്റ് ഒന്നുകൂടെ നോക്കാം. നോ സൗണ്ട്, വവ്വൽ ഊ, വെറും നോ സൗണ്ട് ഇ, ഊ ഇ, ഓ ഇ എന്ന് പറയും. അതായത് ക്യുക്യുംബർ എന്നാണ് ഓ ഇ എന്ന് പറയുന്നത്. ഒരു കൺസണൻറ്റും വവ്വലും കൂടെ വെച്ചിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഇത് കെ യു എച്ച് സൗണ്ട്, പി ഇ ഇ സൗണ്ട്. ക്വാപ്പി, ക്വാപ്പി. സെയിം പോലെ തന്നെയാണ് കോഫിക്കാണ് ക്വാപ്പി എന്ന് പറയുന്നത്. കോഫി. ഒരു എക്സാമ്പിളോട് നോക്കാം. ഇത് എസ് ലെറ്റർ ആണ്, ഒ എച്ച് സൗണ്ട്, ആർ ലെറ്റർ, ഇ ഇ. അപ്പം സോറി, സോറി എന്ന് വായിക്കും. സൗണ്ടിനെയാണ് സൗരി എന്ന് പറയുന്നത്. സൗരി. അടുത്തൊരെണ്ണം കൂടെ നോക്കാം. സെയിം എസ് ലെറ്റർ, ഒ എച്ച് സൗണ്ട്, എൻ ലെറ്റർ, യു എന്ന് പറയുന്ന വവ്വല്. അപ്പോൾ നമ്മളതെങ്ങനെ വായിക്കുക, സോന്യോ, സോന്യോ എന്ന് പറയും. എ ഗേൾ എന്നാണ് അതിൻ്റെ മീനിങ്. എ ഗേൾ. ഒരെണ്ണം കൂടെ നോക്കാം. പി എന്ന ലെറ്റർ നടുക്കൊരു സ്ട്രോക്ക് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ പി ലെറ്ററും യു വൈ ഒ എച്ച് എന്ന് പറയുന്ന സൗണ്ടാണ്. നമ്മൾ പ്യോ എന്ന് പറയും. ടിക്കറ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ചെറിയൊരു ലെസൺ ആയിരുന്നു. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹോംവർക്കാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.